അധ്യാത്മരാമായണമിതമെത്രയുമത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്യിൽ മർത്യനജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാ. രാമ 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 രാമ. നീലാംബുദശ്യാമളകോമളാംഗം സീതാസമാരോപിതവാമഭാഗം പാണോ മഹാസായകചാരുരൂപം നമാമി രാമം രഘുവംശനാഥം. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയ രത്നദീപം ആജാനുബാഹും അരവിന്ദദളായദാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. രാമായണത്തിലെ
വളരെ പ്രധാനപ്പെട്ട ഒരു ചരിതമാണ് ശബരിയുടെ ചരിത്രം. ഈശ്വരാനുഗ്രഹത്തിന് ജാതി മതം ഇതൊന്നും ഒരു വിഷയമല്ല. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാൻ ഇല്ല മറ്റേതുമൊന്നും. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ശബരിയുടെ ചരിത്രം. ഭക്തിക്ക് കാരണം സത്സംഗമാണ്. സത്സംഗത്തിലൂടെ ഈശ്വര കഥകൾ കേൾക്കുന്നതിലൂടെ ഭക്തി ഉണ്ടാകുന്നു. എൻ്റെ സന്തോഷത്തിന് കാരണം ഭക്തിയാണ്. ഭക്തിയിലൂടെ മുക്തി ഉണ്ടാകുന്നു. ഭക്തി കൊണ്ടാണ് ഭഗവാൻ സന്തോഷിക്കുന്നത്. കാട്ടാനയാകുന്ന ഗജേന്ദ്രനെ രക്ഷിക്കാൻ പോലും സർവേശ്വരനായ ശ്രീഹരി ചക്രപാണിയായി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചത് ഗജേന്ദ്രൻ്റെ ഹൃദയത്തിലെ ഭക്തി കൊണ്ടാണ്, അല്ലാതെ ശരീരബലം കൊണ്ടല്ല. അതുകൊണ്ട് ഈ മുക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമായിട്ട് കണക്കാക്കുന്നത് ഭക്തിയാണ്. ഈ ഭക്തിയെ നവധാഭക്തി എന്ന് പ്രത്യേകിച്ചും വിശേഷിപ്പിച്ചു. എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ശ്രവണമാണ് ഏറ്റവും പ്രധാനം. ശ്രവണം എന്ന് പറഞ്ഞാൽ ഈശ്വര കഥകൾ, നാമങ്ങൾ, കീർത്തനങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. ശ്രവണം, കേൾവി ഏറ്റവും പ്രധാനം. കഥകൾ, നാമങ്ങളൊക്കെ തന്നെ ഒന്നാമത്തെ പടി ഭക്തി ഉണ്ടാക്കാൻ. പിന്നീട് കീർത്തനം, പിന്നീട് ഈശ്വര സ്മരണം, പിന്നീട് ഈശ്വര പാദസേവനം, പിന്നീട് ഈശ്വരനെ അർച്ചന ചെയ്യുക, വന്ദിക്കുക, അവിടുത്തെ പാദപത്മത്തിൽ സർവം സമർപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുക. പിന്നെ വന്ദനം, ദാസ്യം, ആ ഭഗവാന്റെ ഭക്തനാണെന്നുള്ള ഭാവത്തോടുകൂടി, ദാസ്യഭാവത്തോടുകൂടി കൈങ്കര്യങ്ങൾ ചെയ്യുക. സഖ്യം, ആത്മനിവേദനം, ഭഗവാന്റെ അടുത്ത സുഹൃത്തായിട്ടും സമ്പൂർണ്ണ സമർപ്പണം ചെയ്തും. ഇങ്ങനെ 9 ഭാവത്തിലൂടെയാണ് ഭക്തി ഉണ്ടാകേണ്ടത്. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഢ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ. ശബരിയെ അനുഗ്രഹിക്കുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു, ഭക്തിയാണ് ഞാൻ നോക്കുന്നത്, ഭക്തി കൊണ്ടാണ് ഞാൻ സന്തോഷിക്കുന്നത്. ഏത് ജന്മമുണ്ടായി അതൊന്നും ഞാൻ നോക്കാറില്ല. അതുകൊണ്ട് ഭക്തി തന്നെയാണ് ഏറ്റവും വിശേഷം. ഭക്തി ഉണ്ടാകണമെങ്കിൽ ഈശ്വരൻ്റെ ഗുണഗണങ്ങളും നാമങ്ങളും കഥകളും കീർത്തിച്ച് സത്സംഗത്തിലൂടെ ഉത്തമമായ ഭക്തിയെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഈ ശബരിയുടെ കഥ അതിൻ്റെ ഉദാഹരണമാണ്. ശ്രീരാമചന്ദ്രസ്വാമി വരുമെന്ന് നാളുകളായി പ്രതീക്ഷിച്ചു കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ശബരി കാട്ടിൽ നിന്ന് കിട്ടുന്ന ആദിവാസി സ്ത്രീയായിട്ട് കഴിഞ്ഞുകൂടുന്ന ഇവർ ആ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഫലമൂലങ്ങൾ ഒരുക്കി വച്ചു. സ്വാദിഷ്ടമായത് അറിയുന്നതിന് വേണ്ടി കടിച്ചു നോക്കിപ്പോലും ശ്രീരാമന് തയ്യാറാക്കി വെച്ചു. അത് സ്വീകരിച്ചു. ആ ഭക്തിക്ക് മുന്നിൽ സന്തോഷിച്ചു ഭഗവാൻ. അങ്ങനെ അനുഗ്രഹിച്ചു. ശ്രീരാമേന്ദ്രസ്വാമിയെ, ആ സ്വാമിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി ശബരി അങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ഒടുവിൽ അനുഗ്രഹിക്കുന്ന സമയത്ത് അതിവിശേഷപ്പെട്ട സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നു. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദംഭോജം സേവിച്ചുകൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും
ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമ രാമേതി ജപിച്ചിടുക സദാകാലം. രാഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ് രാമായണം ലോകത്തിന് ഉപദേശിച്ചത്. ഒടുവിലുള്ള ഈ വാക്കുകൾ സാക്ഷാൽ ശ്രീപരമേശ്വരൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. ആ ഭക്തയായിരിക്കുന്ന ശബരി ഇത്രയും കാലം തപസ് ചെയ്ത ആ തപോഭൂമിയിൽ വെച്ച് ശബരിയെ ഒടുവിൽ മോക്ഷത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ശ്രീരാമചന്ദ്രസ്വാമിയുടെ സങ്കല്പമുണ്ടായിരുന്നു. അതാണ് കലിയുഗത്തിൽ, അല്ലയോ ശബരി, കലിയുഗത്തിൽ നിന്റെ പേരിൽ എന്നെ ഈ ഭൂമിയിൽ വെച്ച് യഥേഷ്ടം പൂജിക്കാൻ ഇടവരും എന്ന അനുഗ്രഹം. അതിൻ്റെ ഫലമായിട്ടാണ് കോടാനുകോടി കണ്ഠങ്ങളിൽ നിന്ന് ശരണമന്ത്രത്തോടുകൂടി സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ അയ്യപ്പസ്വാമിയുടെ ദിവ്യ ചൈതന്യം ഈ ശബരി താമസിച്ച ശബരി ആശ്രമമുള്ള ഈ പുണ്യഭൂമിയിൽ തന്നെ പിൽക്കാലത്ത് വരുവാനിടയായതെന്നുകൂടി അനുസ്മരിച്ചുകൊണ്ട് വിശേഷപ്പെട്ട അധ്യാത്മരാമായണത്തിലെ ആരണ്യകാന്ഡം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ശബരി ഭഗവത് പദത്തിൽ എത്തിച്ചേർന്നു, മോക്ഷം സിദ്ധിച്ചു. ശബരിയെ അനുഗ്രഹിച്ച് രാമലക്ഷ്മണന്മാർ സപ്തസാഗര തീർത്ഥത്തിൽ ആ പമ്പ ത്രിവേണി സംഗമത്തിൽ പിതൃതർപ്പണം ചെയ്ത് അങ്ങനെ ആ പമ്പ തീരത്തേക്ക് യാത്ര ചെയ്യുന്ന രംഗം. ഇവിടെയാണ് ഇഷ്യമൂകാചലം, ബാലികേറാമല. അവിടെ പ്രസിദ്ധനായിട്ടുള്ള വാനരശ്രേഷ്ഠൻ സുഗ്രീവൻ, കപിശ്രേഷ്ഠൻ താമസിക്കുന്ന ആ പുണ്യസ്ഥലം. സൂര്യപുത്രനാണ് സുഗ്രീവൻ, ബാലിയുടെ അനുജൻ. ആയുധധാരികളായ രാമലക്ഷ്മണന്മാർ വരുന്നത് കണ്ട് വാനരന്മാരൊന്നു നടുങ്ങി. അവർ ഭയന്ന് ഗുഹയിൽ ഒളിച്ചു. ഇവർ ബാലിയുടെ ചാരന്മാരാണെന്ന് തെറ്റിദ്ധരിച്ചു. ബാലിയെ പേടിച്ച് ബാലികേറാമലയിൽ താമസിക്കുന്ന ഈ സുഗ്രീവന്റെ സജീവന്മാരിൽ മന്ത്രിമാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഹനുമാൻ, ആ ഹനുമാനെ നിയോഗിക്കുന്നു. അങ്ങനെ ഹനുമാൻ ഈ ചാരന്മാരാരാണെന്ന് അന്വേഷിക്കാനായിട്ട് വേഷം മാറി വരുന്നത്, സന്യാസ വേഷത്തിൽ വരുന്ന രംഗം. ഇവർ തമ്മിലുള്ള സമാഗമം സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി ഹനുമാനെ ആദ്യമായിട്ട് കാണുന്ന രംഗം ഒക്കെയാണ് വിവരിക്കുന്നത്. ഇനി അങ്ങോട്ട് കിഷ്കിന്ധാകാന്ഡം ഇവിടെയാണ് ആരംഭിക്കുന്നത്. രാമായണത്തിലെ അതിവിശേഷപ്പെട്ട ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം ഇതൊക്കെ കഴിഞ്ഞ് കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് എത്തുന്ന രംഗം. ഇവിടെയാണ് ഹനുമൽ സമാഗമം. ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലുനീ ചൊല്ലുവനെങ്കിലനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ. കല്യാണശീലൻ ദശരഥസൂനു കൗസല്യാതനയൻ അവരജൻ തന്നോടും പമ്പാസരസ്ഥടം ലോക മനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളീടിനൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം
ജന്തുപൂർണസ്ഥലം. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാല ബാലന്മാരിരുവരും ഋഷ്യമൂകാദ്രിപാർശ്വസ്ഥലെ സന്തതം നിശ്വാസമുൾക്കൊണ്ടു വിപ്രലാപത്തൊടും. സീതാവിരഹം പൊറാഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആദികലർന്നു നടന്നടുക്കും വിധോ ഭീതനായി വന്നു ദിനകര പുത്രനും. ആരീ വരുന്നതിരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന. ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലീ. രാമനെന്നുടെ നാമം ദശരഥ ഭൂമി ബാലേന്ദ്ര തനയൻ. ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ. ജാതമോദം പരമാർത്ഥം മഹാമതേ. ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ. താതനിയോഗേന കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ. ദണ്ഡകാരണ്യെ വസിക്കുന്ന നാളതി ചണ്ഡനായൊരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനൻ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു. കണ്ടീലവളെ ഒരിടത്തുമിന്നിഹ കണ്ടുകിട്ടി നിന്നെ നീയാരെടോ സഖേ. ചൊല്ലിടുകെന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലൽ. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവതാഗ്രേ വസിക്കുന്നിതത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ. സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലികപീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനൻ തമ്പിയെ. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋഷ്യമൂകാജലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലാമാറങ്ങെടുത്തു നടന്നിതു മാരുതി. സുഗ്രീവ സന്നിധോ കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രം കളകനി ഭാസ്കരനന്ദന. ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളമെത്രയും ഭാസ്കരവംശ സമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകും അനുജനും കാമധാരാർത്ഥമിവിടെ കെഴുന്നള്ളി. സുഗ്രീവനോടിവണ്ണം പറഞ്ഞതദ്രീശ്വരാഗ്രേ മഹാതരുച്ഛായാതലേ തഥാ. വിശ്വൈക നായകന്മാരാം കുമാരന്മാർ വിശ്രാന്തചേതസാ നിന്നരുളിടിനാർ. വാദാത്മജൻ
പരമാനന്ദം ഉൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോടു ചൊല്ലിനാൻ. നാരീമണിയായ ജാനകീ ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം. ശത്രുവിനാശനത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം. തവാജ്ഞാവശാൽ ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാദികളൊക്കെ അകറ്റുവൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാനൊരവസ്ഥ കണ്ടേൻ ഒരു നാളതു മാനവവീര തെളിഞ്ഞു കേട്ടിടണം. മന്ത്രികൾ 4 പേരും ഞാനുമായി അചലാന്തേ വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കര നേത്രയായൊരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരനതു നേരമസുന്ദരി രക്ഷിപ്പതിനാരുമില്ലാഞ്ഞു ദിനയായി. രാമരാമേതി മുറയിടുന്നോൾ തവഭാമിനി തന്നെ അവളെന്നതേ വരൂ. ഉത്തമയാമവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കെ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൾ. ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വച്ചേൻ. അതു കാണണമെങ്കിലോ കണ്ടാലും ജാനകീ ദേവി തന്നാഭരണങ്ങളോ മാനവവീര ഭവാനറിയാമല്ലോ. സുഗ്രീവ, ശ്രേഷ്ഠനായ സുഗ്രീവൻ ഹനുമാൻ സ്വാമിയുടെ കൂടെ സാക്ഷാൽ ശ്രീരാമേന്ദ്രസ്വാമി നന്ദനനാണ് വന്നതെന്ന് അറിഞ്ഞ് സന്തോഷത്തോടുകൂടി സംഭാഷണം ചെയ്യുകയും വിശേഷപ്പെട്ട സീതാദേവിയുടെ ആഭരണങ്ങൾ കാണിച്ചു കൊടുക്കുകയും ശ്രീരാമേന്ദ്രസ്വാമി ദുഃഖത്തോടുകൂടി അത് നോക്കിക്കാണുകയും ചെയ്യുന്ന രംഗമാണ് തുടർന്ന് വർണ്ണിച്ചത്. ഇനി ബാലിസുഗ്രീവ കലഹകഥയൊക്കെ വിവരിച്ച് കിഷ്കിന്ധ കാണ്ഡത്തിലെ രംഗങ്ങൾ അനുസ്മരിച്ച് രാമായണത്തിൻ്റെ ഗതി ഓരോന്നോരോന്നായിട്ട് ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കട്ടെ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ചരണനദ ജനഭരണതവകഥകളിന്നു ഞാൻ ചെറ്റുപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസ്സി സകലമതോ കൃപയൊടു പൊറുത്തുമാം ത്വൽഭക്തനാകാൻ അനുഗ്രഹിക്കണമേ രാമ. ജടാകലാപശോഭിതം സമസ്ത പാപനാശകം സ്വഭക്തഭീതിഭഞ്ജനം ഭജേഹ രാമമദ്വയം. മുനീന്ദ്രയജ്ഞകാരകം ശിലാവിഭക്തിഹാരകം മഹാധനുർവിദാരകം നമാമി രാമമീശ്വരം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേഃ സ്വഭാവൽക്കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. അധ്യാത്മരാമായണമിതമെത്രയുമത്യുത്തമോത്തമം, മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്യിൽ മർത്യന ജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം, ശത്രുവിനാശനമാരോഗ്യവർദ്ധനം, ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം, സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം, ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാ